CC ഓർക്കിഡ്സിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നഫീസ റഹ്മത്തുള്ള. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഫലൻ ഓഫീസിൻ്റെ മെച്യൂർഡ് പ്ലാന്റ്സ് ഈസി ഓർക്കിഡ്സിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇത് കണ്ടു നോക്കിയപ്പോൾ പ്ലാന്റ് സൈസാണ് കാണുന്നത്. 400 രൂപയാണിത് ഈസി ഓർക്കിഡ്സിൽ റേറ്റ് ഇട്ടാ. കണ്ട നല്ല ഹെൽത്തിയായി റൂട്ടുകളൊക്കെ ഒന്ന് കണ്ടു നോക്ക്. അറിയാം ഈസി ഓർക്കിഡ്സിലെ ഫലൻ ഓഫീസിൻ്റെ പ്ലാന്റ്സിനെ പറ്റി എല്ലാവർക്കും അറിയാം. എന്നാലും ഞാനൊന്നും കൂടി ഇത് ഇതേപോലെ തന്നെയാണ് നമ്മൾ കൊറിയർ ചെയ്ത് ഓൾ ഇന്ത്യ കൊറിയർ സർവീസ് ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മൾ അയച്ചു കൊടുക്കുക. ഒരു ഡാമേജും ഇല്ലാതെ ഇതേപോലെ തന്നെ നമ്മൾ പാക്ക് ചെയ്ത് അയക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ ഓൾ ഇന്ത്യ കൊറിയർ ഉണ്ട് കേട്ടോ. പിന്നെ പ്രത്യേക ഒരു കാര്യം പറയാനുള്ള, ഇത് കയ്യിൽ കിട്ടിയാൽ ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാവരും എപ്പോഴും സംശയം ചോദിക്കുന്നത്. അപ്പോൾ അതൊന്നും കൂടി ഞാൻ പറയണേ. കാരണം ഇതുപോലെ തന്നെ ഒരു 10 ദിവസം നമ്മളവിടെ വീട്ടിൽ വെക്കുക. 10 ദിവസം അവിടെ ഇതുപോലെ തന്നെ ഇരുന്നോട്ടെ. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം ഇതിൻ്റെ മീഡിയ ചകിരിയുടെ ചെറിയ പീസുകളാണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ വെള്ളം ആവാതെ, എന്നാൽ വെള്ളം ഒഴിക്കുകയും വേണം, നനവ് വേണം. വെള്ളം ഒഴിക്കുമ്പോൾ ഒഴിച്ചു കൊടുക്കുക. രാവിലെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇലമലൊക്കെ കുറേശ്ശെ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക. പക്ഷേ കൂമ്പിൽ വെള്ളം കെട്ടി നിൽക്കാതെ ശ്രദ്ധിക്കുക കേട്ടോ. 10 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ഇത് റിപ്പോർട്ട് ചെയ്യാം. റിപ്പോർട്ട് ചെയ്യേണ്ട വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നോക്കിയിട്ട് റിപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ റിപ്പോർട്ട് ചെയ്ത് കരിയിൽ മാത്രം റിപ്പോർട്ട് ചെയ്യും. ക്ലേ പോട്ടിലാച്ച അതിൽ ചെയ്യാം, അല്ലെങ്കിൽ ഏതാണ് നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ പോട്ടിൽ എന്തായാലും ഹോളുകളുള്ള പോട്ടിൽ റിപ്പോർട്ട് ചെയ്യാം. റിപ്പോർട്ട് ചെയ്തതിന് ശേഷം നല്ല പോലെ തന്നെ കരി മാത്രമാകുമ്പോൾ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. റിപ്പോർട്ട് ചെയ്യുമ്പോൾ കരി മാത്രം, ആ കരി നമ്മൾ മേടിച്ച് കൊണ്ടുവന്നാൽ നല്ലപോലെ വാഷ് ചെയ്ത് 2-3 പ്രാവശ്യം വാഷ് ചെയ്ത് പിന്നെ കുറച്ച് സാഫിൽ പങ്കിസൈഡിൽ ഇട്ട് വെച്ചതിന് ശേഷം മാത്രം ആ കരി നമ്മൾ ഉപയോഗിക്കട്ടെ. പിന്നെയും ഞാൻ ആവർത്തി പറയുകയാണ് അതൊക്കെ. അപ്പോൾ എന്നിട്ടത് നമ്മൾ പിന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കരി മാത്രമാകുമ്പോൾ റൂട്ടുകൾക്കൊന്നും ഒരു ഡാമേജോ കാര്യങ്ങളോ ഒന്നും വരും. നല്ല ഹെൽത്തി ആയിട്ട് ഇതുപോലെ തന്നെ ഇരിക്കും. ഈ സൈസ് ഇത് ഇത് ഇങ്ങനത്തെ സൈസ്. അപ്പോൾ ഇതിൻ്റെ റൂട്ടുകളൊക്കെ ഒന്ന് കണ്ടോക്കി. ഇത് വേറെ വെറൈറ്റിയാണ്. അപ്പോൾ അതാണ് ഓരോന്നിനും ചെറുപ്പ വലുപ്പ വ്യത്യാസം ഉണ്ടാവും. കണ്ട ഓക്കെ, റൂട്ടുകളൊക്കെ കണ്ട. അപ്പോൾ ഇതുപോലെ തന്നെ 10 ദിവസം വെച്ചിട്ട് കരിയിൽ പോട്ട് ചെയ്യാമെന്ന് പറഞ്ഞില്ല. പിന്നെ ഞാൻ പിന്നെയും ആവർത്തിച്ചു കൊണ്ടേ ഇരിക്കുകയാണ്. ജൈവവളങ്ങൾ തീരെ ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. ജൈവവളത്തിൻ്റെ ഒരാവശ്യവും ഫലൻ ഓഫീസ് എന്ന ഓർക്കിഡിനില്ല. നമ്മൾ എല്ലാ ഓർക്കിഡുകൾക്കുള്ള കാരണം മീഡിയം ഇതിൽ മണ്ണിലൊന്നല്ലല്ലോ നമ്മൾ നടണം. ഇതിന് ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൻ്റെ മുന്നായിട്ട് ഞാൻ കൊടുക്കേണ്ട വളങ്ങളെ പറ്റി, റെഗുലറായിട്ട് കൊടുക്കേണ്ട വളങ്ങളെ പറ്റി ചെയ്യുന്ന ചെറിയ വളങ്ങളേ ഉള്ളൂ. അപ്പോൾ അത് മാത്രം നമ്മൾ കൊടുക്കുക. അപ്പോൾ ഈ ഫലൻ ഓഫീസ് എന്ന ഈ ഓർക്കിഡ്സിന് അല്ലെങ്കിൽ എല്ലാ ഓർക്കിഡ്സിനും ഒരു കംപ്ലൈൻറ്റും വരില്ല, വേരിച്ചിച്ചൽ വരില്ല. എല്ലാം നമുക്ക് നന്നായി വളർന്ന് നന്നായി പൂക്കൾ തരും കേട്ടോ. പിന്നെയും പറയാൻ കാരണം എന്താ വെച്ചാൽ എപ്പോഴും എനിക്ക് ഫോട്ടോസും വീഡിയോസും ഇട്ട് തരുന്നുണ്ട്. ഇതെന്താ ഞങ്ങൾ പ്ലാന്റ്സിന് പെട്ടെന്ന് വേരുകൾക്കൊരു ഇതായി ചീഞ്ഞ് പോകണം, ഇലകൾ ചീഞ്ഞ് പോകണം. അപ്പോൾ ഞാൻ അവരോട് ചോദിക്കും, നിങ്ങളിപ്പോൾ അടുത്ത് ഏത് വളം ഒഴിച്ചെന്ന്. അപ്പോൾ ഇങ്ങനെ ഓരോ ജൈവ വളങ്ങൾ ഒഴിച്ചതായിട്ട് പറയും. അപ്പോൾ സത്യത്തിൽ ഇത്രയും നല്ല ഹെൽത്തിയായ പ്ലാന്റ്സുകൾ നമ്മൾ അവരുടെ കൈകളിലേക്ക് ഇത്രയും കഷ്ടപ്പെട്ട് കൊടുത്തിട്ട് പിന്നെ ആ പ്ലാന്റ്സിൻ്റെ അവസ്ഥ കാണുമ്പോൾ എനിക്ക് നല്ല വിഷമം തോന്നിയിട്ടാണ് പിന്നെയും പറയണത് ജൈവവളം തീരെ ഉപയോഗിക്കേണ്ട, അതിൻ്റെ ആവശ്യമില്ല. നമ്മളിത് മാത്രം കുറേശ്ശെ ഒഴിക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഈസി ആയിട്ട് നമുക്ക് വളർത്താവുന്ന ഒരു ഓർക്കിഡാണ് ഫലൻ ഓഫീസ് ഓർക്കിഡ് കേട്ടോ. അപ്പോൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുകയുള്ളൂ. അപ്പോൾ പ്ലാന്റ്സ് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഓർഡർ തന്നോളൂ കേട്ടോ. ഓക്കെ, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.